സെയ്ദ് മീരാൻ, മുസ്ലിം ലീഗ് പ്രതിനിധി സെയ്ദ് മീരാൻ, ഇപ്പോൾ ഈ അജണ്ട നടപ്പാക്കി പാസാക്കി എന്നാണ് നേരത്തെ ചെയർപേഴ്സൺ പറഞ്ഞിരുന്നത്. പക്ഷേ അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ തീരുമാനം ഇതുവരെ ആയിട്ടില്ല. തീരുമാനമായി എന്ന് പറയുന്നു. അവിടെ ഇന്ന് ഉണ്ടായ സംഘർഷങ്ങൾ എത്ര മണിക്കൂർ നീണ്ടു എന്നൊക്കെ കണ്ടതാണ്. ഇനി എന്താണ് നിങ്ങൾക്ക് മുന്നിലുള്ള വഴി? ആദ്യം എനിക്ക് പറയാനുള്ളത്, പ്രിയപ്പെട്ട ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാടിലെ ജനാധിപത്യ ബോധ്യമുള്ള ജനങ്ങൾ 18,000-ഓളം ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കുകയും അതിൽ തന്നെ പാലക്കാട് നഗരസഭയിൽ 4,000-ഓളം ഭൂരിപക്ഷം നേടുകയും ചെയ്തിട്ടുണ്ട്. അതുതന്നെ പാലക്കാട് നഗരസഭയിലുള്ള ജനങ്ങൾ BJPയുടെ ഭരണത്തിനുള്ള അഹന്തയ്ക്കുള്ള മറുപടിയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ വിഷയത്തിലേക്ക് വരാം. ഇന്ന് 10ാമത്തെ അജണ്ടയായി വന്നിട്ടുള്ളത് യാതൊരു കാരണവശാലും ഇന്ന് അജണ്ടയായി വരാൻ പാടില്ലാത്തതാണ്. ഒരിക്കലും പാലക്കാട് കൗൺസിലിനകത്ത് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ പോലും അത് പാസ്സാക്കി എടുക്കാൻ സാധിക്കില്ല. കാരണം മുനിസിപ്പൽ ആക്ട് പ്രകാരം, മുനിസിപ്പൽ ചട്ടങ്ങൾ പ്രകാരം 560ഓളം വകുപ്പുകളുണ്ട്. ആ വകുപ്പുകളിൽ യാതൊരു വകുപ്പിലും പേരുകൾ കെട്ടിടത്തിന് വെക്കാനുള്ള ഓപ്ഷൻസ് ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് ഈ പേര് അതിൽ വെക്കുക എന്നത് പാലക്കാട് നഗരസഭയിലെ BJPൻ്റെ ഭരണകൂടം പറയുക തന്നെ ചെയ്യണം. കാരണം വെക്കാൻ പാടാത്ത സംഭവങ്ങൾ വെച്ചുകൊണ്ട് ഭരണത്തിൻ്റെ അഹന്തയിൽ മുന്നോട്ട് പോകുമ്പോൾ അതിന് തിരിച്ചടിയെന്ന് വേണം. പാലക്കാടിലെ UDFൻ്റെ പ്രതിപക്ഷങ്ങൾ കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒരിക്കലും ആ പേര് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഇത് മാത്രമല്ല, ഇതിലും മുൻപിലും ഇതേപോലത്തെ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പാലക്കാട് നഗരസഭയിൽ അജണ്ടയെ വന്നിട്ടുണ്ട്. പാലക്കാട് നഗരസഭയിൽ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ 2,26,00,000 MP ലാഡ്സ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് MP VK ശ്രീകണ്ഠൻ വന്നപ്പോൾ അതിനും ഇതേപോലെ പേരുകൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാത്തവരുടെ പേരുകൾ വയ്ക്കാൻ ശ്രമിച്ചപ്പോഴും UDF പ്രതിപക്ഷം തടഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ആ പേരുകൾ വെക്കാനും അനുവദിക്കുകയും ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് വേറൊരു വിഷയം കൂടി പറയാനുള്ളത്, ഇപ്പോൾ ശ്രീ നിതിൻ കണ്ണിശ്ശേരി പറഞ്ഞിരുന്നു, പാലക്കാട് നഗരസഭയിൽ അജണ്ടകൾ വരുമ്പോൾ ചില അജണ്ടകൾ പാസ്സാക്കുന്നതിന് വേണ്ടി അവർ മുന്നോട്ട് വരുമ്പോൾ പാലക്കാടത്തെ പ്രതിപക്ഷങ്ങൾ ആ വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതൊന്ന് പിന്തിരിഞ്ഞ് ഓടിക്കൊണ്ട് പാലക്കാടിൻ്റെ ഭരണസമിതി ചെയർപേഴ്സൺ എല്ലാ അജണ്ടകളും പാസ്സാക്കിക്കൊണ്ട് എന്ന് ചർച്ചകൾ പോലും എടുക്കാതെ മുന്നോട്ട് പോകുന്ന പ്രവണതയാണ് കുറേ കാലങ്ങളായി പാലക്കാട് നഗരസഭയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെയാണ് സത്യം പറഞ്ഞാൽ ഇന്ന് നടന്ന പ്രതിഷേധങ്ങൾ, പാലക്കാട് നഗരസഭയിലുണ്ടായ പ്രതിഷേധങ്ങൾ. ഒരു വിഷയങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. ബഡ്സ് സെൻറ്ററിന് വേണ്ടി ഓഷ്യാൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് CER ഫണ്ട്, കോർപ്പറേറ്റ് എൻവയോൺമെൻറ്റൽ റെസ്പോൺസിബിലിറ്റി ഫണ്ട് അനുവദിച്ച് തരാമെന്ന് എന്നാണ് പറഞ്ഞിട്ടുള്ളത്? 2024 നവംബർ മാസമാണ് പാലക്കാട് നഗരസഭയെ അറിയിച്ചിട്ടുള്ളത്. 26/11/2024 പാലക്കാട് നഗരസഭയിൽ അജണ്ടയെ വരികയും അന്ന് അജണ്ടയെ വരുമ്പോൾ ഈ റീഹാബിലിറ്റേഷൻ സെൻറ്റർ എന്ന് മാത്രമേ ഓഷ്യാനിസ് CR ഫണ്ട് അനുവദിച്ച് തന്നുകൊണ്ട് അവർ അംഗീകരിച്ചിട്ടാണ് പാലക്കാട് നഗരസഭയിലെ മുഴുവൻ കൗൺസിലർമാരും 52 കൗൺസിലർമാരും അംഗീകരിച്ചുകൊണ്ട് പാലക്കാട് നഗരത്തിൽ അകത്തുള്ള 265ഓളം കുട്ടികൾ സ്കോളർഷിപ്പ് വാങ്ങിക്കുന്ന കുട്ടികൾക്ക് പ്രയോജനപ്രദമായി നടപ്പിലാക്കുന്നതിന് വേണ്ടി ഐക്യകണ്ഠേന അംഗീകരിച്ചത്. അന്നൊന്നും ഈ HKWARൻ്റെ പേരുകൾ കടന്നു വന്നിട്ടില്ല. എന്നാ കടന്നു വന്നത്? 11/4/2025 ഇതിൻ്റെ കെട്ടിട നിർമ്മാണത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങ് വയ്ക്കുകയും അതിൻ്റെ നോട്ടീസ് തലേ ദിവസം 10/4/2025 നോട്ടീസിൽ വരുമ്പോൾ മാത്രമേ HKWARൻ്റെ പേര് ഇതിലേക്ക് കടന്നു വരികയും ചെയ്തിട്ടുള്ളത്. ഇത് ഒളിച്ചു വെച്ചുകൊണ്ട്, എല്ലാ കാര്യങ്ങളും ഒളിച്ചു വെച്ചുകൊണ്ട് നഗരസഭ നടത്തിക്കൊണ്ടിരിക്കുന്നത്, ഒളിച്ച് മറച്ച് വെച്ചുകൊണ്ടാണ് ഈ അജണ്ട ഇവർ കൊണ്ടുവന്നത്. എന്നിട്ട് അവരെന്താ പറഞ്ഞത്? ഞങ്ങൾ മുൻകൂർ അനുമതി കൊടുത്തിട്ടുണ്ടെന്ന്. ഇവർ മുൻകൂർ അനുമതി കൊടുത്തിട്ടില്ല. ഇന്ന് അജണ്ടയായിട്ട് വന്നപ്പോൾ എന്താ അവർ പറഞ്ഞിട്ടുള്ളത്? ഞങ്ങൾ ചെയർപേഴ്സൺ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ചെയർപേഴ്സണെ എങ്ങനെ നിർദ്ദേശിക്കാൻ കഴിയുക? കാരണം അങ്ങനെ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും അവർക്ക് അത് ഈ പാലക്കാട് നഗരസഭയിലെ കൗൺസിൽ അത് എടുക്കാൻ പോലും പറ്റില്ല. കാരണം അത് ചട്ടങ്ങളിലില്ല. അവർ ചട്ടങ്ങളിൽ പറയട്ടെ, കാണിക്കട്ടെ, വകുപ്പുകളിൽ കാണിക്കട്ടെ, മുനിസിപ്പൽ ആക്ടിൽ കാണിക്കട്ടെ.
എന്നാൽ ഞങ്ങളത് അംഗീകരിക്കാൻ തയ്യാറാണ്. മുനിസിപ്പൽ ആക്ടിൽ ഇല്ലാത്തൊരു വിഷയമാണ് പാലക്കാട് നഗരസഭയിൽ ഇന്നിവർ കൊണ്ടുവരാൻ ചെയ്യാമെന്നാണ് UDF പറയാനുള്ളത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.